താതന്റെ മാർവല്ലേ ചൂടെനിക്ക്, നാഥന്റെ കൈയല്ലേ തണലെനിക്ക്. താതന്റെ മാർവല്ലേ ചൂടെനിക്ക്, നാഥന്റെ കൈയല്ലേ തണലെനിക്ക്. കൊതിയേറുന്നേ അരുകിൽ വരാ, തിരുപാദത്തിൽ കിടന്നിടുവാ. കൊതിയേറുന്നേ അരുകിൽ വരാ, തിരുപാദത്തിൽ കിടന്നിടുവാ. താതന്റെ മാർവല്ലേ ചൂടെനിക്ക്, നാഥന്റെ കൈയല്ലേ തണലെനിക്ക്. താതന്റെ മാർവല്ലേ ചൂടെനിക്ക്, നാഥന്റെ കൈയല്ലേ തണലെനിക്ക്. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ട്. ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയയോടുകൂടെ കണ്ടു. വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കവും മൂലും കാഴ്ചവെച്ചു. യേശുവിൻ്റെ അടുക്കൽ വിദ്വാൻമാർ വന്ന് യേശുവിൻ്റെ മുമ്പിൽ നിക്ഷേപപാത്രങ്ങൾ തുറന്ന ചരിത്രമാണ് പരിശുദ്ധാത്മാവ് മത്തായിയിലൂടെ എഴുതിയിരിക്കുന്നത്. ഇതിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഒരു ദൂത്, നിന്റെ മുൻപോട്ടുള്ള ജീവിതത്തിന് ആവശ്യമായതെല്ലാം നിന്റെ മുമ്പിൽ കർത്താവ് കൊണ്ടുതരും. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഈ വിദ്വാൻമാർ ഒത്തിരി ദൂരത്തു നിന്നാണ് വന്നേ. യെരുശലേമിൽ കിഴക്ക് നിന്ന് വരണമെങ്കിൽ എന്ന് തിരിച്ചു കാണും. മറിയ എന്ന് വാഗ്ദത്തത്തിന് ആമേൻ പറഞ്ഞു അന്ന് അവന് വേണ്ടിയുള്ള നന്മയും അനുഗ്രഹവും തിരിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു തലമുറ ദൈവം തന്നാൽ ആ തലമുറ ജനിക്കുമ്പോൾ തന്നെ ആ തലമുറയ്ക്ക് വളരാനുള്ള സകല പ്രൊവിഷനും ദൈവം ഒരുക്കിയിട്ടുണ്ട്. എല്ലാം ഒരുക്കിയിട്ടുണ്ട്. അതാതിൻ്റെ സമയത്ത് നിങ്ങളുടെ കരങ്ങളിൽ അതെത്തും. അതുകൊണ്ട് നാളെ എന്തായി തീരും, എങ്ങനെ മുൻപോട്ട് പോകും, ഈ വിഷയം എങ്ങനെ അതിജീവിക്കും എന്നൊന്നും നിങ്ങൾ ഭാരപ്പെടേണ്ട. എല്ലാ ദിവസവും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി നിങ്ങൾ മുമ്പോട്ട് പോക്കോ. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാമായിട്ട് നിങ്ങളെ തേടി ദൈവം ചിലരെ അയച്ചിട്ടുണ്ട്. അവർ നിങ്ങളുടെ അടുക്കൽ വരും. അവിടെ പറയുന്നു, അവർ വന്ന് അവരുടെ മുമ്പിൽ അത് തുറന്നു. എന്താണ് ആ ദൂതിൻ്റെ അർത്ഥം? നിങ്ങൾക്കുള്ള നന്മകൾ വേറെ ആരുടെ അടുക്കൽ തുറക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങളുടെ അടുക്കൽ തന്നെ വന്ന് അത് തുറക്കും. ആരുടെ മുമ്പിൽ തുറക്കാത്ത നന്മകൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കും. നിങ്ങൾക്ക് വേണ്ടിയുള്ള കരുതൽ നിങ്ങളുടെ അടുക്കൽ തന്നെ വരും. അതിനെ വഴിതെറ്റിക്കത്തില്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നോ ചിന്തിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നോ ആയിരിക്കത്തില്ല നിങ്ങൾക്ക് വേണ്ടിയുള്ള കരുതൽ വരുന്നത്. നിങ്ങൾ ഇന്നുവരെ കാണാത്ത, ഇന്നുവരെ പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിന്നായിരിക്കും ദൈവത്തിൻ്റെ കരുതൽ വരുന്നത്. എൻ്റെ ഈ ചെറിയ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളുടെ നടുവിലും എനിക്ക് വേണ്ടിയുള്ള കരുതലുകൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ച ഇടത്തു നിന്നായിരിക്കത്തില്ല. എന്നെ ഇന്ന് വരെ സഹായിച്ച വ്യക്തികളെ ഞാൻ എടുത്തു നോക്കുമ്പോൾ അവരെ ഒന്നും മുൻപേ വലിയ പരിചയമില്ലാത്തവരാണ്. കർത്താവ് അവരോട് പറഞ്ഞിട്ട് എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. അങ്ങനെ ലഭിച്ച ബന്ധങ്ങളാണ് എനിക്കുള്ള ബന്ധങ്ങളെല്ലാം. ദൈവം കണക്ട് ചെയ്ത ബന്ധങ്ങൾ. ഞാൻ ഇന്നത് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടതും നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടതും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടതെല്ലാമായി ദൈവം ചിലരെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ദൗത്യത്തിൽ തുടർന്നോ, തക്ക സമയത്ത് നിങ്ങളുടെ കൈകളിൽ എത്തിയിരിക്കും. ഇതൊരു ദൂതാണ്. നിങ്ങൾ ഇതിൻ്റെ റിസൾട്ടുകൾ വിശ്വസിക്കുന്ന ഉടനെ കാണും.
നിങ്ങളിതിൻ്റെ മറുപടികൾ ഞങ്ങളെ അറിയിക്കണം. യെസ്, ഇതൊരു ദൂതാണ്. നിങ്ങൾക്ക് വേണ്ടിയുള്ള കരുതലുകൾ വഴിതെറ്റാതെ നിങ്ങളുടെ അടുക്കൽ വരികയും നിങ്ങളുടെ മുമ്പിൽ അത് തുറക്കുകയും ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾക്കായി അങ്ങ് സകലതും കരുതുന്ന ദൈവമകൾ സ്തോത്രം ചെയ്യും. പരിശുദ്ധാത്മാവേ, ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിക്കും കർത്താവെ അങ്ങയുടെ കരുതലുകളെ അങ്ങ് വെളിപ്പെടുത്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാൻ. യേശുവെ, ആരുടെയും മുമ്പിൽ തുറക്കാത്തത് ഈ വ്യക്തിയുടെ മുമ്പിൽ തുറന്ന് കർത്താവെ അവർ പോകേണ്ടുന്ന വഴിയിൽ നടക്കുവാൻ പരിശുദ്ധാത്മ സകലതും ഒരുക്കി കൊടുക്കുന്നതിന് നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ ഈ വ്യക്തിയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഇന്നത്തെ ദിവസം അവർക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കട്ടെ. ആരുടെ മുമ്പിൽ തുറക്കാത്ത പുതിയ വാതിലുകൾ അവർക്കായി തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കും, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവെ, ഞങ്ങള് അത്ഭുതകരമായ ഈ വചനത്തെ ഈ മക്കളുടെ മേൽ അയച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ച മറുപടി ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് കൈകോർത്ത് ഈ അനുഗ്രഹത്തെ അവരിലേക്ക് അയക്കുന്നു. അവർക്ക് വേണ്ടതും അവരുടെ മക്കൾക്ക് വേണ്ടതും അവരുടെ കുടുംബത്തിന് വേണ്ടതും അവരുടെ നാളുകൾക്ക് വേണ്ടതെല്ലാം അവരുടെ മുമ്പിൽ വെളിപ്പെട്ട് വരട്ടെ. ആകുലപ്പെടരുത് എങ്ങനെ ജീവിക്കുമെന്ന്. ദൈവത്തിൻ്റെ സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻ അവരുടെ മേൽ ഒപ്പണാകട്ടെ. അപ്പോൾ തന്നെ അവർ ആരോഗ്യത്തോടിരിക്കട്ടെ, അവർ സൗഖ്യത്തോടിരിക്കട്ടെ. അവരുടെ ശരീരത്തിൽ കൂടെ കൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ അധികാരമുള്ള യേശുനാഥൻ മാറട്ടെ. ആവശ്യമില്ലാതെ വെറുതെ പണം ദുർവിനിയോഗിക്കപ്പെടുന്നതും ആമേൻ ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ ചിലവഴിച്ചു പോകുന്നതും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. ഈ കുടുംബത്തെ സ്വതന്ത്രമാക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. കർത്താവിൻ്റെ കൃപയും കരുണയും നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും. നന്മയും കരുണയും നിങ്ങളുടെ പുറകെ വരും. ഗോഡ് ബ്ലെസ് യു. ശാലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.